ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ, പിന്നെ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അതേ ജാറിലേക്ക് തന്നെ 10 ചെറിയുള്ളി, പിന്നെ 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കും. ഇനിയൊരു പാൻ ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് 2 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് 3-4 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് 3-4 മിനിറ്റിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കറുത്ത വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. ചൂടോട് കൂടി തന്നെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയേ. അങ്ങനെ ഇതിപ്പം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഈ ഒരു കണത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി. ഇതുപോലെ എല്ലാം പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കളറാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.